വെൽക്കം ബാക്ക് ടു മൈ ഡിയർ ബ്യൂട്ടിഫുൾ സോൾസ്. നമുക്കിന്ന് ഏഞ്ചൽ എന്താണ് സന്ദേശം തന്നിരിക്കുന്നതെന്ന് നോക്കാം. എന്ത് സന്ദേശങ്ങളാണ് ഏഞ്ചൽ തന്നിരിക്കുന്നത് എന്നാണ്. ഓക്കെ, അപ്പോൾ എന്തോ നിങ്ങൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നിർത്താനുള്ള ഒരു തീരുമാനം, അല്ലെങ്കിൽ അതിപ്പോൾ ഏത് വിഷയമാണെങ്കിലും ശരി, എന്തെങ്കിലും ഒരു ജോലി സ്ഥലത്താണ്, അവിടെ ചില ബുദ്ധിമുട്ടുകൾ വന്നു, അതുകൊണ്ട് ഇത് നിർത്തി പോകാൻ എനിക്ക് മതിയായി എന്നുള്ളതാകാം. ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സിൻ്റെ കാര്യത്തിനെക്കുറിച്ചുള്ള ആ ഒരു ഒഴുക്ക് തടസ്സപ്പെട്ടതാകാം. ഇനി അതുമല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉള്ള ആ ചില വിഷയങ്ങൾ പ്രശ്നങ്ങളാകാം. ഇനി ഇത് സാധിക്കില്ല, ഇവിടെ വെച്ച് ഇത് സ്റ്റോപ്പ് ചെയ്യാം എന്ന് നിങ്ങൾക്ക് തോന്നുന്നു എങ്കിൽ, ഇനി ഏത് വിഷയമാണെങ്കിലും സ്പിരിച്വലി നിങ്ങൾ ആ രീതിയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഹയർ സെൽഫിനെ കാണാനുള്ള ആ ഒരു ശ്രമത്തിനിടയിൽ അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നു ചേർന്നപ്പോൾ അതാകാം. എന്ത് കാര്യത്തിലായാലും നിങ്ങളിവിടെ സ്റ്റോപ്പ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു, എന്നാൽ അത് വേണ്ട, ഡോണ്ട് സ്റ്റോപ്പ് എന്നാണ് നമ്മളോടൊന്ന് ഏഞ്ചൽ പറയുന്നത്. ഓക്കെ, എ ഇയർ ഫ്രം നൗ എന്നാണ് പറയുന്നത്. ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് ഇതിനൊരു തീരുമാനമാകും എന്ന് തന്നെയാണ് ഏഞ്ചൽ നിങ്ങൾക്കിന്ന് തരുന്ന സന്ദേശം. ഇപ്പോൾ മുതൽ ഒരു വർഷത്തിനുള്ളിൽ. ഓക്കെ, ഡേറ്റൊക്കെ കുറിച്ച് വെച്ചോളൂ കേട്ടോ. നടക്കുമോ ഇല്ലയോ നമുക്ക് നോക്കാം, നിങ്ങൾ എന്താണോ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, യെസ് എന്നാണ് അടിവരയിട്ട് പറയുന്നു, അത് നടന്നിരിക്കും എന്ന്. ആദ്യത്തെ കാർഡ് നമ്മളോട് പറയുന്നു, നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത്, ഡോണ്ട് സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക. എ ഇയർ ഫ്രം നൗ, ഇന്ന് മുതൽ, ഇപ്പോൾ മുതൽ ഒരു വർഷത്തിനുള്ളിൽ. നമ്മൾ അവസാനത്തെ കാർഡ് വന്നിരിക്കുന്നത് യെസ് എന്നാണ്, അതായത് ഉറപ്പിച്ചു പറയുന്നു എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വിഷയമാണെങ്കിലും ശരി, നിങ്ങളുടെ വിഷയം എന്താണെന്ന് നിങ്ങൾക്കാണ് അറിയാവുന്നത്. അത് നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങളെടുക്കുക. ഇത് ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ആവുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. റെസനേറ്റ് ആവുന്നവരെടുക്കൂ, അല്ലാത്തവർ വിട്ടേക്കും. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.